നമസ്കാരം. പ്രധാന വാർത്തകൾ. अरविंद केजरीवाल जी ने भरोसा कर मुझ पे ये जिम्मेदारी दी है और आने वाले कुछ महीने तक जब तक ये जिम्मेदारी मेरे पास है. ഡൽഹിക്ക് മൂന്നാം വനിതാ മുഖ്യമന്ത്രി. കെജ്രിവാളിന് പിൻഗാമിയായി അതിഷി മർലേന. ഒറ്റക്കെട്ടായി തീരുമാനമെന്ന് AAP. അരവിന്ദ് കെജ്രിവാളിന് നന്ദി പറഞ്ഞ് അതിഷി. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക്. ജാമ്യം 7 വർഷങ്ങൾക്ക് ശേഷം. വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇതെന്ത് തരം വിചാരണയെന്ന് ചോദ്യം. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി. നിപ്പ ജാഗ്രത തുടരുന്ന മലപ്പുറത്തിന് ആശ്വാസം. 13 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. എംപോക്സ് രോഗലക്ഷണത്തോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യുവാവ് നിരീക്ഷണത്തിൽ. വയനാട് ദുരിതാശ്വാസ കണക്ക് ആയുധമാക്കി പ്രതിപക്ഷം. കണക്കുകൾ മാനദണ്ഡപ്രകാരമല്ലെന്ന് കോൺഗ്രസ്. കണക്കുണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തുവെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്രത്തിന് കണക്ക് നൽകേണ്ടത് ഊതിപ്പെരിപ്പിച്ചാകരുത് എന്ന് കെ മുരളീധരൻ. പിറന്നാൾ നിറവിൽ പ്രധാനമന്ത്രി. 74ാം ജന്മദിനത്തിൽ ആശംസയറിയിച്ച് നേതാക്കൾ. മൂന്നാം മോദി സർക്കാരിന്റെ 100ാം ദിനവും ഇന്ന്. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുന്നത് 24 മണ്ഡലങ്ങൾ. സംസ്ഥാനത്ത് കനത്ത സുരക്ഷ. ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കോടതിയുടെ അനുവാദമില്ലാത്ത കുറ്റാരോപിതരുടെ വീടുകളും മറ്റും പൊളിക്കരുത്. ഒക്ടോബർ 1 വരെ ഇത്തരം നടപടികൾ നിർത്തിവെക്കാനും ഉത്തരവ്. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ ന്യൂസ് 18. ഇരുവരെയും പിടികൂടിയത് നാട്ടുകാർ പിന്തുടർന്നെത്തി. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നു. ഡ്രെഡ്ജർ ഗോവയിൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയോടെ കാർവാർ തുറമുഖത്ത് എത്തും. തെരച്ചിൽ 10 ദിവസം നീളും. തെരച്ചിലിന് ഈശ്വർ മാൽപേയും സംഘവും. ചരിത്ര പ്രഖ്യാപനവുമായി ICC. 2020 ലോകകപ്പിൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി കിരീടം നിലനിർത്തി ഇന്ത്യ. ചൈനയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി. ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങി 14 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരുന്നത്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 3ാമത്തെ വനിതയാണ് അതിഷി. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി രാജിക്കത്ത് കൈമാറി. आम आदमी पार्टी के नेता मेरे गुरु अरविंद केजरीवाल जी का धन्यवाद करना चाहती हूं, जिन्होंने मुझे इतनी बड़ी जिम्मेदारी दी और इस जिम्मेदारी के लिए मुझ पे भरोसा किया. ये सिर्फ आम आदमी पार्टी में हो सकता है, अरविंद केजरीवाल जी के नेतृत्व में हो सकता है. मैं आज ये ज़रूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. ऐसे ईमानदार आदमी पर भारतीय जनता पार्टी ने भ्रष्टाचार के आरोप लगाए, झूठे केस किए, फर्जी केस किए. भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे, अपने भाई अरविंद केजरीवाल जी को
फिर से दिल्ली का मुख्यमंत्री देखना चाहती हूँ। और मैं दिल्ली के लोगों की तरफ से फिर से एक बार ये कहूँगी कि वो जल्द ही आने वाले चुनाव के बाद अरविंद केजरीवाल जी को अपना मुख्यमंत्री देखना चाहते हैं। വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, BJPക്ക് ചെക്ക് വെച്ചുകൊണ്ടുള്ള തീരുമാനം ആയിരുന്നു കെജ്രിവാളിൻ്റേത്. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അഴിമതി രഹിതം എന്ന നിലയിൽ തന്നെ താൻ തിരികെ എത്തുമെന്ന ആത്മവിശ്വാസം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരട്ടി ഊർജത്തോടെ പ്രവർത്തിക്കുക. ഈ രണ്ട് തരത്തിൽ അതിഷി എന്ന തീരുമാനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അഭിലാഷ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് 52 ദിവസം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന തുടർച്ചയായ 3 തവണ ഡൽഹി ഷീലാ ദീക്ഷിതിനും അതോടൊപ്പം തന്നെ 52 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന സുഷമാ സ്വരാജ്, ക്ഷമിക്കണം, പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടില്ല. സുഷമാ സ്വരാജിന് ശേഷം ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി എത്തുന്നത്. വളരെ തന്ത്രപരമായ ഒരു തീരുമാനമാണ് അരവിന്ദ് കെജ്രിവാൾ എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ തടവിൽ കഴിയുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു. അതുവഴി അദ്ദേഹം ജനങ്ങളുടെ കോടതിയിലേക്ക് വെക്കുകയാണ്. താൻ അഴിമതിക്കാരനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ജനങ്ങൾ വിധി എഴുതട്ടെ എന്നുള്ള നിർണായകമായ ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് പോലും, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല എന്നൊരു ആരോപണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയരരുത് എന്നുകൂടി കണക്കാക്കിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമെങ്കിൽ നേരത്തെയാക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്, അവിടെ അദ്ദേഹം തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ചോയ്സ് വളരെ പ്രധാനമാണ്. പ്രധാനപ്പെട്ട പല നേതാക്കളുണ്ടായിരുന്നെങ്കിലും അതിഷിയാണ് തെരഞ്ഞെടുത്തത്. അതിഷി താരതമ്യേന മറ്റ് മന്ത്രിമാരെ അപേക്ഷിച്ച് ജൂനിയറായ ഒരു മന്ത്രിയാണ്. 43 വയസ്സ് മാത്രമാണ് അതിഷിക്കുള്ളത്. പക്ഷേ അതിഷി ഒരു വനിതയായി, 3ാമത്തെ ഒരു വനിതയായി അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. സ്മൃതി ഇറാനിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഡൽഹി കേന്ദ്രീകരിപ്പിച്ച് BJP എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി കാണുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതൊന്നുമല്ല. ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായിരുന്നു. ഡൽഹിയിലെ സാധാരണക്കാരായ ആളുകൾക്ക്, ഇടത്തരക്കാരായ ആളുകൾക്ക് അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം അത്രത്തോളം താഴ്ന്ന നിലവാരത്തിലായിരുന്നു. ഒരു തരത്തിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാനോ സർക്കാർ സ്കൂളുകൾ ലഭിച്ചിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുള്ള സ്ഥലമാണ് ഡൽഹി. പക്ഷേ അതെല്ലാം സ്വകാര്യ സ്കൂളുകളാണ്. ഉയർന്ന ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകൾ പഠിപ്പിക്കാൻ കഴിയുള്ള രക്ഷകർത്താക്കളുടെ മക്കൾക്ക് മാത്രമേ നല്ല വിദ്യാഭ്യാസം ലഭിക്കൂ എന്നുള്ളതായിരുന്നു ഡൽഹിയിലെ അവസ്ഥ. അത് മാറ്റിക്കൊണ്ട് സാധാരണ സർക്കാർ സ്കൂളുകളെ ആകെ ഉടച്ചു വാർക്കുന്നതിൽ മനീഷ് സിസോദിയ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അവിടെ വിദ്യാഭ്യാസ വിപ്ലവം നടത്തുന്നതിൽ മനീഷ് സിസോദിയയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അതിഷിയായിരുന്നു. അതിഷി ഉന്നത രീതിയിൽ ഇവിടെ നിന്ന് റാങ്കോടുകൂടിയാണ് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്നത്. അതിനുശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഗവേഷണത്തിലായിരുന്നു. ഗവേഷണത്തിന് ശേഷമാണ് 2013 അവർ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. അന്ന് സാധാരണ ആം ആദ്മി പ്രവർത്തകയായിട്ടാണ് അവർ എത്തിയത്. അന്ന് മുതൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകയാണെങ്കിൽ കഴിഞ്ഞ തവണയാണ് അവർ കൽക്കാജി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അന്നേരം തന്നെ ആ സമയത്ത് തന്നെ അതൊരു വലിയ കൗതുകത്തോടു കൂടി വീക്ഷിച്ചാണ് അവിടെ കൽക്കാജി മണ്ഡലത്തിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി എത്തുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് അനായാസം തന്നെയായിരുന്നു അവരുടെ വിജയമുണ്ടായത്. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ എങ്ങനെയാണോ വിദ്യാഭ്യാസ വിപ്ലവത്തിന് അവർ ചുക്കാൻ പിടിച്ചത്, അത് ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ ഏറ്റവും സാധാരണക്കാരും ഇടത്തരക്കാരുമായിരുന്ന രക്ഷകർത്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു. ഡൽഹിയിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വൻപിച്ച മാറ്റമാണ് അതിഷിയുടെ നേതൃത്വത്തിൽ അന്ന് വരുത്തിയത്. എല്ലാ സ്കൂളുകളിലും കൃത്യമായ രീതിയിലേക്ക് പഠിപ്പിക്കാൻ അധ്യാപകരെ നിയോഗിക്കുകയും ക്ലാസ് മുറി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും സ്കൂൾ പഠനത്തെ തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയും PTA എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരിക്കില്ല. പക്ഷേ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് PTA ഒക്കെ മുൻകാലങ്ങളിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അവിടെ PTA അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി രക്ഷകർത്താക്കളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലടക്കം കുട്ടികൾക്ക് അനായാസമായ രീതിയിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം കഴിയുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരത്തിലടക്കം ഉയർച്ച വരുത്തുവാനും അതിഷിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അത്തരത്തിൽ സാധാരണക്കാരുടെ വീടുകളിലേക്ക് അടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞ ചെറുപ്പക്കാരിയായ ഒരാൾ എന്നുള്ളത് അതിഷിക്ക് വലിയ പ്രത്യേകതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ മറ്റാരോപണങ്ങളോ അതിഷിയുടെ മേൽ ഒരിക്കൽ പോലും ഉയർന്നു വന്നിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കും സമയത്തും ചെറിയ സൂചനകൾ നൽകിയെന്ന് വേണം കരുതാൻ. അതിഷി അന്ന് പ്രധാനപ്പെട്ട റോളിലേക്ക് വരികയും കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് മുഖ്യമന്ത്രി പതാക മുഖ്യമന്ത്രി ഉയർത്തേണ്ട പതാകയ്ക്ക് വേണ്ടി ഉയർത്താൻ നിയോഗിച്ചത് അതിഷിയായിരുന്നു. അങ്ങനെ അതിഷിയെ പോലെ ഒരാൾ വന്നാൽ തനിക്ക് എങ്ങനെയാണോ ഒരു അഴിമതി രഹിത പ്രതിച്ഛായ ഉള്ളത്, അതുപോലെ തന്നെ അഴിമതി രഹിത പ്രതിച്ഛായ ഒപ്പം തന്നെ ഭരണ മികവിലുള്ള പ്രതിച്ഛായ കൂടിയുള്ള ഒരു ചെറുപ്പക്കാരിയാണ് അതിഷി. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും സ്ത്രീ എന്ന അധിക പരിഗണന കൂടി ലഭിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അതിഷിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ നിയോഗിക്കുന്നത്. അങ്ങനെ അതിഷിയുടെ
മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് കെജ്രിവാളിനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുക. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടാൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ 2013 രൂപം കൊണ്ട പാർട്ടിയാണെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ 2012 രൂപം കൊണ്ട പാർട്ടിയാണെങ്കിൽ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ AAPക്ക് ലഭിക്കുന്നു. അന്ന് 31 സീറ്റ് BJPക്ക് ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 28 സീറ്റും 8 സീറ്റ് കോൺഗ്രസിനുമാണ് ലഭിച്ചത്. 2 സീറ്റുകൾ ഒന്ന് BSPക്കും മറ്റൊന്ന് സ്വതന്ത്രനുമായിരുന്നു. അന്ന് ഈ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. ലോക്പാൽ ബില്ലിനെ അവതരിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് അന്ന് കോൺഗ്രസ് പിന്തുണ പിൻവലിക്കുകയും ആ സർക്കാർ താഴെ വീഴുകയും ചെയ്തത്. തൊട്ടടുത്ത 2015 തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നത്. 70 സീറ്റിൽ 67 സീറ്റിലും വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വിപ്ലവം തീർത്തുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ്. വീണ്ടും 2020 70-ൽ 62 സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി വീണ്ടും കടന്നു വന്നത്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അവിടെയാണ് വലിയൊരു മാസ്റ്റർ സ്ട്രൈക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ഇതേപോലെ മിന്നുന്ന വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ കെജ്രിവാൾ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഡൽഹിയിൽ നടന്നത്. പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാന എതിരാളിയായ BJPക്ക് വലിയ വെല്ലുവിളി കൂടിയാണ് ഈ തീരുമാനം, ഈ മാറ്റം എന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ കിരൺ ബാബു നൽകിയത്. നടി ആക്രമണ കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നതിൽ അതൃപ്തി അറിയിച്ച സുപ്രീം കോടതി പ്രതിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരിക്കും ജാമ്യവ്യവസ്ഥയിൽ തീരുമാനം എടുക്കുക. ജാമ്യത്തെ സംസ്ഥാന സർക്കാർ എതിർത്തുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. നടിയാക്രമണ കേസിലെ കോടതി നടപടികളെ അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി വിമർശിച്ചത്. 2017 ഫെബ്രുവരി 23 മുതൽ 7.5 വർഷത്തോളമായി പൾസർ സുനി ജയിലിലാണ്. ഇത് നീതികേടെന്നാണ് കോടതി കണ്ടെത്തൽ. ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു. കോടതി അംഗീകരിച്ചില്ല. പ്രതിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകണം. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം. കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇത് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാം. വിചാരണ കോടതി നടപടികളിൽ കടുത്ത വിമർശനം സുപ്രീം കോടതി രേഖപ്പെടുത്തി. ഇതെന്ത് തരം വിചാരണയാണെന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീം കോടതി പരാമർശിച്ചു. കോടതി കണ്ടെത്തിയ അസാധാരണ വിചാരണ കോടതി നടപടികൾ ഇങ്ങനെ: കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസം 8-ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചു. ഇതെങ്ങനെ കോടതി അംഗീകരിച്ചു? ഈ നടപടി ആശ്ചര്യപ്പെടുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത് സംസ്ഥാന സർക്കാർ തടഞ്ഞില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വിചാരണ ഉടനെയൊന്നും തീരാൻ പോകുന്നില്ലെന്ന നിരീക്ഷണത്തോടെയാണ് പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി കണ്ടെത്തിയത്. പൾസർ സുനി ജാമ്യത്തിലിറങ്ങുന്നത് സമൂഹത്തിന് ഭീഷണിയാകുമെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. സംസ്ഥാനത്തെ പ്രമാദമായ കേസിൽ മുഖ്യപ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് അന്വേഷണ സംഘത്തിനും സർക്കാരിനും നാണക്കേടാണ്. വിചാരണ കോടതി നടപടിയുടെ വീഴ്ചയാണെന്ന് വാദിക്കാമെങ്കിലും പ്രോസിക്യൂഷന്റെ പരാജയം ചർച്ച ചെയ്യപ്പെടും. പ്രോസിക്യൂഷൻ ഇതിൽ ഇടപെട്ടത് വളരെ മോശമായിട്ടായിരിക്കും. അവരതിന്റെ ഗൗരവം കൊടുത്തില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇയാൾക്ക് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ നടിയെ ഏറ്റവും നല്ല സുരക്ഷമായിട്ടുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അല്ലെങ്കിൽ ഏത് രീതിയിലും അയാള് ആ കുട്ടീനെ ഉപദ്രവിക്കാൻ സാധ്യത എല്ലാം ഉണ്ട്. പ്രോസിക്യൂഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 7.5 വർഷക്കാലം ഈ കേസ് കൊണ്ട് നടന്നത്. ഇതൊക്കെ അപ്പപ്പോ നടപടിയെടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞാലും 7.5 വർഷക്കാലം ഒരാള് ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് പലവട്ടം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല. തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് നേരത്തെ ഹൈക്കോടതി പ്രതിക്ക് പിഴയിടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഇത് 3-ാം വട്ടമാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് 18 ഡൽഹി. മലപ്പുറത്തിന് ആശ്വാസമായി 13 നിപ്പ ഫലങ്ങൾ നെഗറ്റീവ്. മരിച്ച യുവാവുമായി അടുത്ത സമ്പർക്കമുണ്ടായിരുന്നവരുടെ ഫലങ്ങളാണ് നെഗറ്റീവായത്. അതേസമയം എംബോക്സ് രോഗലക്ഷണങ്ങളുമായി ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ അതീവ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറത്ത് യുവാവിൻ്റെ മരണം നിപ്പ വൈറസ് രോഗം മൂലമാണെന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. 175 കോൺടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ 175 കോൺടാക്ട്സിൽ 26 ഹയസ്റ്റ് റിസ്കിലുള്ളതാണ്. അപ്പോൾ ഹയസ്റ്റ് റിസ്ക് കോൺടാക്റ്റിലുള്ളവർക്ക് പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അവിടെ
ഫീവർ സർവൈലൻസ്, ഹൗസ് വിസിറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം 13 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആ 13 സാമ്പിളുകൾ ഇന്നലെ പരിശോധിച്ചത് 13 സാമ്പിളുകളും നെഗറ്റീവാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിപ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ പരിശോധനയ്ക്ക് അയച്ച 13 പേരുടെ ഫലവും നെഗറ്റീവായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഈ 13 പേരും നേരത്തെ നിപ സ്ഥിരീകരിച്ച യുവാവുമായി ഹൈ റിസ്ക് കാറ്റഗറിയിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിരുന്നു. യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. എന്നാൽ ഇവരിൽ ആർക്കും ഈ രോഗം ഇല്ല എന്നുള്ള പരിശോധനാ ഫലം അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനും ജില്ലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആ പ്രതിരോധ നടപടികൾക്ക് ഈ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഒരു ഫലം. അതേസമയം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ ഇടമായിട്ടുള്ള തിരുവാലി പഞ്ചായത്ത്, അതേപോലെ അതിനോട് അടുത്തുള്ള പ്രദേശമായ മമ്പാട്, വണ്ടൂർ മേഖലകളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് പനി സർവേ, വിശദമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ആ സർവേ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ജില്ലയെ സംബന്ധിച്ച് നിപ നിയന്ത്രണ വിധേയമാകുന്നു എന്നത് ആശ്വാസമാകുമ്പോൾ തന്നെ മങ്കി പോക്സിന്റെ ഒരു പേടി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മഞ്ചേരി എടവണ്ണ സ്വദേശിയായ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്ന ആൾക്കാണ് എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത്. ഇയാൾക്ക് ശരീരത്തിന് പുറമെ തടിപ്പും പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ ശരീര സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ ദുബായിൽ നിന്ന് എത്തിയത്. വന്നതിന് ശേഷം ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനാൽ ഐസൊലേഷനിലായിരുന്നു ഇയാളെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് അയാൾ ഇടപഴകിയിരുന്നത്. ശുചിമുറിയാകട്ടെ വീട്ടിലെ മുറിയാകട്ടെ അത് അയാൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പകർച്ച സാധ്യത, ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിന്റെ പകർച്ച സാധ്യത കുറവാണ് എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. എന്നാണെങ്കിലും ഇതിന്റെ ഫലവും ഇന്ന് വൈകുന്നേരത്തോടെ ലഭ്യമാകുമെന്നാണ് അറിയാനാകുന്നത്. നിപ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് എംപോക്സിന്റെ ഭീതി, ആശങ്ക ഇപ്പോൾ ജില്ലയിൽ ഉയർന്നിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേള. മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കണക്കുകളെ ചൊല്ലിയുള്ള വിവാദം ഒഴിയുന്നില്ല. ചെലവായ തുകയല്ല, SDRF ചട്ടപ്രകാരം ചെലവ് പ്രതീക്ഷിക്കുന്ന കണക്കാണ് തയ്യാറാക്കിയത് എന്ന സർക്കാർ വിശദീകരണം പ്രതിപക്ഷം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. BJP ആകട്ടെ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിച്ചതിൽ സർക്കാർ വിശദീകരണത്തിന് ശേഷവും സംശയങ്ങൾ തുടരുകയാണ്. പ്രതിപക്ഷവും BJPയും ഒക്കെ ഇപ്പോഴും സർക്കാരിനെ പരോക്ഷമായും പ്രത്യക്ഷമായും കുറ്റപ്പെടുത്തിയാണ് നിലപാട് സ്വീകരിക്കുന്നത്. സർക്കാർ ഇന്നലെ വിശദീകരിച്ചത് ഇത് കേന്ദ്രത്തിൽ സമർപ്പിക്കുന്ന, പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ ഭാഗമാണ്. അതാണ് ഹൈക്കോടതി സമർപ്പിച്ചത്. അതിൽ എസ്റ്റിമേറ്റുകൾ മാത്രമാണ്, ചെലവാകാൻ സാധ്യതയുള്ള തുകയുടെ കണക്ക് മാത്രമാണ്. അതൊരു ഫൈനൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റോ അല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ സംശയങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാരിനെ നേരിട്ട് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞില്ലെങ്കിലും കണക്കുകൾ യുക്തിസഹമല്ല, അതുകൊണ്ട് സർക്കാർ പുതിയ കണക്കുകൾ നൽകണമെന്ന ആവശ്യമാണ് ഇന്ന് മുന്നോട്ട് വച്ചത്. ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല, അശ്രദ്ധയുണ്ടായി. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ, ആളുകളെ തലയിൽ കൈവെപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചതാകരുത് കേന്ദ്രത്തിൽ നൽകുന്നത് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതിപ്പെരിപ്പിച്ച കണക്കായി ആവരുത്, സത്യസന്ധമായിട്ടുള്ള കണക്കായിരിക്കണം നൽകേണ്ടത്. അത് കേന്ദ്രത്തിന് കൊടുക്കാനാണെന്ന് സമ്മതിച്ചു. കേന്ദ്രത്തിന് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനത്തെ കണക്കാണോ കൊടുക്കേണ്ടത്? അപ്പോൾ കണക്കുകൾ സുതാര്യമല്ല, ഊതിപ്പെരിപ്പിച്ച കുറേ കണക്ക് കൊടുത്തു. ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കിയ രീതിയെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാവാൻ പറ്റൂലല്ലോ. അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ.
എന്നാൽ ഇന്നത്തെ പോലെ രൂക്ഷ വിമർശനമാണ് BJP നേതാവ് കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാരിന് നടത്തിയത്. ഈ കണക്കുകളിൽ തട്ടിപ്പുണ്ടെന്ന നിലപാട് BJP ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും SDRFും എല്ലാം പണം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ കേസ് നിൽക്കുന്ന സംസ്ഥാനമാണിത്. അത് ലോകായുക്ത പരിഗണിക്കാനിടെയാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ ഇവിടെ എടുത്തു കളഞ്ഞത്. സർക്കാർ വിശദീകരിക്കുമ്പോഴും ഇനിയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടി വരും സർക്കാരിന്. ഇപ്പോൾ പറഞ്ഞ ന്യായം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ പറയുന്നത്. അതായത് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ച കണക്കുകൾ അത് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് അല്ല, ചെലവാക്കിയ തുകയല്ല, അല്ലാതെ എസ്റ്റിമേറ്റഡ് മാത്രമാണ്, പ്രതീക്ഷിത ചെലവുകൾ മാത്രമെന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. നേരത്തെ തന്നെ ദുരിതാശ്വാസ നിധി ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം സർക്കാരിന് ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന് തുടക്ക സമയത്തും സർക്കാരിന് പണം നൽകുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അതെല്ലാം മറികടന്ന് വലിയ സഹായമാണ് കേരളത്തിൽ ജനങ്ങൾ സർക്കാരിന് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയത്. അപ്പോൾ അതിന്റെ സുതാര്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഒരിടവേള കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ. 74-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ് ഇന്നത്തെ ദിനം. രാജ്യഭരണത്തിന്റെ 3ാം തവണയിലെ 100 ദിവസം പിന്നിടുന്ന ദിവസമാണ് ഇന്ന്. സ്വയം സേവകനായി രാഷ്ട്രീയ പൊതുരംഗത്ത് തുടക്കം കുറിച്ച നരേന്ദ്രമോദി രാജ്കോട്ടിൽ നിന്നാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയെ തുടർച്ചയായി 3ാം വട്ടവും നയിക്കുന്ന നേതാവായി നരേന്ദ്രമോദി കടന്നുവന്ന വഴികളിലൂടെ. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ. 74-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ദീർഘദർശിയായ ഭരണാധികാരിയെന്ന ഖ്യാതിയുള്ള രാജ്യാധികാരത്തിന്റെ 3ാം ടേമിൽ അദ്ദേഹം സ്വന്തമാക്കുന്നത്. ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം നമോ. ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നൽകിയ അനിഷേധ്യമായ സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ പ്രധാനം. വലിയൊരു വിഷനും അതിലെത്താനുള്ള കഠിനാർപ്പണവുമാണ് നരേന്ദ്രമോദിയെ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാന പുരുഷനാക്കുന്നത്. RSS പ്രവർത്തകനായി തുടങ്ങി ഗുജറാത്തിലെ മണിനഗറിൽ നിന്ന് രാജ്യത്തിന്റെ അധികാര സ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള കഠിന പ്രയത്നമായിരുന്നു മോദിയെ ഇന്ത്യയുടെ വിജയരഹസ്യമെന്ന് ചുരുക്കി പറയാം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കൈമുതൽ. അവിടെ തുടങ്ങിയ ജൈത്രയാത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ വിജയഗാഥയായി മാറുകയായിരുന്നു. പിന്നീട് പടിപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വളർച്ച. 8ാം വയസ്സിൽ RSSന്റെ ഭാഗമായി സ്വയം സേവകനായി വളർന്ന മോദി RSS നിർദ്ദേശപ്രകാരം 1985-ലാണ് മുഴുവൻ സമയ BJP പ്രവർത്തകനായത്. പിന്നീട് പെട്ടെന്നായിരുന്നു ഓരോ പദവികളിലും എത്തിയത്. 1985-ൽ BJP ഗുജറാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. നിയമസഭാംഗമല്ലാത്തതിനാൽ രാജ്കോട്ടിൽ നിന്ന് ജയിച്ച നിയമസഭയിലെത്തി. തന്റെ ജീവിതത്തിൽ രാജ്കോട്ടിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ടെന്ന് മോദി പിന്നീട് പലവട്ടം ഓർത്തെടുത്തിട്ടുണ്ട്. 2002-ൽ അതേ വർഷം തന്നെ നടന്ന ഗുജറാത്ത് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മണിനഗറിൽ നിന്ന് തിളക്കമുള്ള ജയമാണ് മോദി സ്വന്തമാക്കിയത്. 2007-ലും 2012-ലും വിജയം ആവർത്തിച്ചു. മുഖ്യമന്ത്രി പദത്തിലും മോദി തന്നെ. 2007-ൽ മോദി നയിച്ച BJP ഗുജറാത്തിൽ മിന്നുന്ന ജയമാണ് നേടിയത്. 2012-ൽ ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു മോദിയുടെ ജൈത്രയാത്ര. മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദി ഗുജറാത്ത് മോഡൽ വികസനം രാജ്യമാകെ ചർച്ചയാവുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് മോദി എന്ന കർമ്മധീരന്റെ വിജയത്തിന് വഴി തുറന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മോദിയുടെ വിജയവഴികൾ പഠിക്കാൻ പ്രതിനിധി സംഘങ്ങൾ ഗുജറാത്തിലെത്തി. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്തിന് തന്നെ അഭിമാനമായി. ഇക്കാലത്താണ് നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത്. BJPയുടെ ആ രാഷ്ട്രീയ തന്ത്രം വൻ വിജയമായി.
2014 ലോക്സഭയിലേക്ക് വാരാണസിയിലും വഡോദരയിലും മത്സരിച്ചു നരേന്ദ്രമോദി. വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. വഡോദരയിൽ കോൺഗ്രസിലെ മധുസൂദനൻ മിശ്രയും മോദി തോൽപ്പിച്ചത് ഗംഭീര ഭൂരിപക്ഷങ്ങൾക്കായിരുന്നു. പിന്നീട് വഡോദര മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ച വാരാണസി നിലനിർത്തുകയായിരുന്നു മോദി. പാർലമെന്റിൽ ആദ്യമായി BJP ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 281 സീറ്റുകൾ. സഖ്യകക്ഷികൾക്കെല്ലാം കൂടി 336 സീറ്റുകളും. ഇക്കാലത്താണ് വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ മികച്ച ബന്ധം സാധ്യമാക്കിയത്. നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി. ഇന്ത്യ അതുവരെ കാണാത്ത ഭരണക്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പായത്. 2019 കാര്യങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായില്ല. രാജ്യത്ത് 37% വോട്ടർമാരും പിന്തുണച്ചത് BJPയെയും നരേന്ദ്രമോദിയെയുമായിരുന്നു. 1989 ശേഷം രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടി നേടുന്ന ഏറ്റവും വലിയ ജനപിന്തുണയായിരുന്നു അത്. ഇതോടെ തുടർച്ചയായ രണ്ടാം വട്ടവും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന ലോകശക്തി എന്ന നിലയിലേക്കാണ് ഇന്ത്യ ഈ കാലയളവിൽ വളർന്നത്. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിനാണ് ഇക്കാലത്ത് ഇന്ത്യ തുടക്കം കുറിച്ചത്. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇന്ത്യയുടെ വളർച്ചയുടെ ആക്കവും കൂട്ടി. 2024 മോദിയുടെ നേതൃത്വത്തിൽ വിജയം ആവർത്തിച്ചു. ജനതാദൾ യുണൈറ്റഡിനെയും തെലുങ്കുദേശം പാർട്ടിയെയും എല്ലാം ഒന്നിപ്പിച്ച കൂടുതൽ വിശാലമായ സഖ്യമാണ് 3ാം വട്ടം ഇന്ത്യയുടെ കാലത്തെയും ശക്തമായ ഭരണാധികാരിയായ മോദി രാജ്യാധികാരം ഊട്ടിയുറപ്പിച്ചത്. രാജ്യാധികാരത്തിന്റെ 3ാം ടേമിൽ 100 ദിവസം പിന്നിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന്. അദ്ദേഹത്തിന്റെ 74ാം പിറന്നാൾ ദിനം കൂടിയാണ് ഇന്ന്. ലോകത്തിന്റെ നെറുകയിൽ അഭിമാനകരമായ പല നാഴികക്കല്ലുകളും ആയാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയെ ലോകത്തെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്. അതിനായുള്ള അമൃതകാലത്ത് കഠിനാർപ്പണം ചെയ്ത പരിശ്രമത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും എന്ന നിലയിൽ വിവിധ മേഖലകളിൽ രാജ്യം കുതിപ്പിന്റെ പാതയിലാണ്. സമ്പദ് വ്യവസ്ഥയിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലും വാക്സിനേഷൻ മുതൽ ഇൻഷുറൻസ് വരെയും എന്നുവേണ്ട സമസ്ത മേഖലകളിലും ഈ കയ്യൊപ്പുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. 16% ആഗോളതലത്തിലെ വളർച്ചാ നിരക്ക്. രാജ്യത്തിന് തന്നെ ലോകത്തിന് മുൻപിൽ തലയെടുപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ PM ഗരീബ് കല്യാൺ അന്ന യോജന. 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന ഈ പദ്ധതി ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഇന്ത്യയിൽ മോദി ഭരണകാലത്ത് തുടക്കമിട്ടതാണ്. 55 കോടി ഇന്ത്യക്കാരാണ് ആയുഷ്മാൻ ഭാരത് എന്ന ഈ അഭിമാന പദ്ധതിയുടെ ഗുണഭോക്താക്കളായുള്ളത്. ഇപ്പോൾ ഇത് രാജ്യത്തെ എല്ലാ 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ പരിശ്രമങ്ങൾ ലോകമാകെ അംഗീകരിക്കപ്പെട്ടതുമാണ്. അതിലൊന്നാണ് രാജ്യമാകെ നടത്തിയ വാക്സിനേഷൻ ഡ്രൈവ്. 1 ബില്യൺ ജനങ്ങളെയും വാക്സിൻ സുരക്ഷയിലേക്ക് നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ ഓരോ ദിവസവും ലോകം നേരിടുമ്പോൾ അവിടെയുമുണ്ടായി നരേന്ദ്രമോദിയുടെ ഇടപെടൽ. പാരീസ് കാലാവസ്ഥാ ഉടമ്പടി നിശ്ചയിച്ച കാലപരിധിയായ 9 വർഷത്തിനു മുൻപേ നടപ്പാക്കിയ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ രംഗത്ത് എന്നും അഭിമാനമാണ് നമ്മുടെ ISRO. ബഹിരാകാശ ഗവേഷണത്തിനും പര്യവേക്ഷണത്തിനും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി നൽകുന്ന പിന്തുണ നിസ്തുലമാണ്. ഇതിനുദാഹരണമാണ് ഇന്ത്യ നേടിയ ചാന്ദ്ര വിജയം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തതിലൂടെ ഇന്ത്യ നേടിയത് ലോകത്തെ തന്നെ ത്രസിപ്പിച്ച ശാസ്ത്ര മുന്നേറ്റമായിരുന്നു. ഇന്ന് നമ്മളെല്ലാം UPI പേയ്മെന്റിന്റെ ആൾക്കാരായി മാറിയതിന് പിന്നിലും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയുടെ വിജയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ലോകത്ത് വൻതോതിൽ തത്സമയ മൊബൈൽ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കിയ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റി. ചെറുകിട വ്യവസായികളെ ശാക്തീകരിക്കുന്ന ONDC പദ്ധതിയും ലോകത്ത് തന്നെ ആദ്യമാണ്. സാധാരണക്കാരനെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉൾച്ചേർത്ത PM ജൻധൻ യോജന പോലൊരു പദ്ധതി ലോകത്ത് തന്നെ മറ്റെവിടെയും നടപ്പാക്കിയിട്ടില്ല. രാജസ്ഥാനിലെ ബഡ്ലയിലുള്ള സോളാർ പാർക്കും ലോകത്ത് തന്നെ അത്ഭുതമാണ്.
ഒരു പ്രദേശം കേന്ദ്രമാക്കി ലോകത്തുള്ള ഏറ്റവും വലിയ സൗരോർജ്ജ പാർക്കാണിത് ഇന്ന്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി അതിവേഗത്തിലാക്കിയ 5G ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം നടപ്പാക്കിയ രാജ്യവും ഇന്ത്യയാണ്. ഗ്രാമീണ മേഖലകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഭാരത് നെറ്റ് പദ്ധതി ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഏറ്റവും വലിയതാണ്. ഇന്ത്യയെ ലോകത്തെ അഭിമാനമാക്കിയ നിരവധി പദ്ധതികൾ വേറെയുമുണ്ട്. അതിൽ പ്രധാനമാണ് സർദാർ സരോവർ ഡാമിന് സമീപമുള്ള ഏകതാ പ്രതിമ. സർദാർ പട്ടേലിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ ഇന്ന് ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇന്ത്യയിൽ തന്നെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായി മാറിയത് കശ്മീരിൽ അടുത്തിടെ തുറന്നുകൊടുത്ത ചെനാബ് പാലമാണ്. ഇരുദിശകളിലേക്കും സഞ്ചാരം സാധ്യമായ ലോകത്തെ ഏറ്റവും വലിയ തുരങ്കപാതയും നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത്. അടൽ ടണൽ 9.02 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇന്ത്യയുടെ ഈ അഭിമാന പാത. ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എക്കാലത്തെയും വലിയ അഭിമാനമായിരിക്കും ആധാർ പദ്ധതി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനമാണിത്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 24 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുക. സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലാണ് 2ഉം 3ഉം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 8-ന് 90 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ നിലനിൽക്കവേ മുൻ മുഖ്യമന്ത്രി പെരിയോറിന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി നടൻ വിജയ്. ദക്ഷിണേന്ത്യയിലെ സോക്രട്ടീസ് ആയ പെരിയോറിന്റെ സ്ത്രീ സുരക്ഷ, സമത്വം, തുല്യാവകാശം, സാമൂഹിക നീതി എന്നിവയുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം എന്ന് സമൂഹ മാധ്യമത്തിൽ വിജയ് കുറിച്ചിരുന്നു. പെരിയോറിന്റെ ആശയങ്ങളാകും തമിഴക വെട്രിക്കഴകം പാർട്ടിയുടേത് എന്ന് ഇപ്പോൾ രാഷ്ട്രീയ വിദഗ്ധർ കരുതുന്നു. ഇന്നായിരുന്നു പെരിയോറിന്റെ ജന്മവാർഷികം. ബുൾഡോസർ രാജിന് താൽക്കാലിക തടയിട്ട് സുപ്രീംകോടതി. ഒക്ടോബർ 1 വരെ കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കെട്ടിടവും പൊളിക്കരുത്. സുപ്രീംകോടതിയുടെ അനുമതിയില്ലാതെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തരുത് എന്നും റോഡ്, ജലാശയങ്ങൾ, റെയിൽവേ ഭൂമി എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങൾക്ക് ഉത്തരവ് ബാധകമല്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ജഹാംഗീർപുരിയിലെ പൊളിക്കലിനെതിരെ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് നടപടി. രാജ്യത്ത് ബുൾഡോസർ രാജ് സുപ്രീംകോടതി തടഞ്ഞു. കോടതിയുടെ അനുമതിയില്ലാതെ കുറ്റാരോപിതരുടെ വീടുകളും മറ്റു വസ്തുക്കളും പൊളിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. അതേസമയം പൊതു റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിവയിലെ കയ്യേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമാവില്ല. ഒക്ടോബർ 1 വരെ പൊളിക്കൽ നടപടികൾ നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. ജഹാംഗീർപുരിയിലെ പൊളിക്കലിനെതിരെ CPM നേതാവ് വൃന്ദ കാരാട്ട് നൽകിയ ഹർജി ഉൾപ്പെടെ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. മുൻപും ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി വിമർശനമുന്നയിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDFന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിമർശിച്ച് KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളോട് രമ്യയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായി. DCC ഭാരവാഹിയോട് രമ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് മോശം പെരുമാറ്റമാണ്. MPയെ പ്രധാന നേതാക്കൾ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത സ്ഥിതിയുണ്ടായി. MPയുടെ ഫോൺ എടുത്തിരുന്നതും കാര്യപരിപാടികൾ തീരുമാനിച്ചിരുന്നതും സ്റ്റാഫ് അംഗമെന്നും വിമർശനമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് റിപ്പോർട്ട് രമ്യ ഹരിദാസിനെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല. KPCC പ്രസിഡന്റ് K. സുധാകരന്റെ സമൂഹ മാധ്യമമായ എക്സിലെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. @സുധാകരൻ INC എന്ന വേരിഫൈഡ് അക്കൗണ്ട് ആണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. പാസ്വേഡ് ഉൾപ്പെടെ ഹാക്കർമാർ മാറ്റിയതിനാൽ ഈ പേജിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാക്ക് ചെയ്യപ്പെട്ട പേജിൽ K. സുധാകരൻ എന്ന പേരിന്റെ സ്ഥാനത്ത് 1 എന്നാക്കി. യൂസർ നെയിമിന് താഴെയായി അറബിക് ഭാഷയോട് സാമ്യമുള്ള ഒരു വാക്കും ഹാക്ക് ചെയ്യപ്പെട്ട പേജിൽ ഉണ്ട്. പേജ് ഹാക്ക് ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് K. സുധാകരൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ട്രെയിൻ യാത്രക്കിടെ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഉമ്മറിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിലെ യാത്രക്കാരനായ 14-കാരനെയാണ്
പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴായിരുന്നു സംഭവം. പേടിച്ചുപോയ കുട്ടി ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. തുടർന്ന് പരാതി നൽകുകയും പോലീസ് ഉമ്മറിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടിയ ദൃശ്യങ്ങൾ ന്യൂസ് 18. വാഹനം പിന്തുടർന്ന് എത്തിയവരാണ് ഇരുവരെയും പിടികൂടിയത്. ബൈക്കിൽ യുവാക്കൾ പിന്തുടർന്നതോടെ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ രക്ഷപ്പെട്ട ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിയായ അജ്മലിനെ നാട്ടുകാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അജ്മൽ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളും CCTVയിൽ വ്യക്തമാണ്. അവിടെ നിന്നും ആ വീടിന്റെ പിൻഭാഗത്തൂടെയാണ് അജ്മൽ രക്ഷപ്പെട്ടത്. തുടർന്ന് അജ്മലിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയെ പോലീസ് അവിടെ നിന്നും പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടിയിൽ നിന്നും ലഭിച്ച ചില നിർണായക വെളിപ്പെടുത്തലുകളും വിവരങ്ങളുമാണ് അജ്മലിനെ പിടികൂടാൻ സാധിച്ചത്. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അജ്മൽ പോലീസ് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിടിയിലായ അജ്മലിനെ ചോദ്യം ചെയ്തതോടുകൂടി നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അജ്മൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5 കേസുകൾ അജ്മലിന്റെ പേരിൽ തന്നെ ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉണ്ട് എന്നറിയപ്പെടുന്നുണ്ട്. മോഷണക്കുറ്റം, ലഹരി കടത്ത്, അതുപോലെ തന്നെ ചന്ദനക്കടത്ത് തുടങ്ങിയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളാണ് ഈ അജ്മൽ എന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രേരണാ കുറ്റവും കൂടി ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത്, അതായത് അപകടം നടന്ന സ്ഥലത്ത് വെച്ച് ഈ അപകടത്തിനിടയാക്കിയ സമയത്ത് ഇവിടെ നിന്നും വാഹനം ഓടിച്ചു പോകാൻ ഈ ശ്രീകുട്ടി പ്രേരണ നൽകി എന്നാണ് അജ്മൽ പോലീസിന് മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രേരണാ കുറ്റവും കൂടി ഈ ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത്. ശ്രീകുട്ടി അട്ടക്കുളങ്ങര ജയിലിലും അജ്മൽ കൊല്ലം ജയിലിലുമാണ് ഇപ്പോൾ കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ശാസ്താംകോട്ട പോലീസ് സമർപ്പിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ തെളിവെടുപ്പിന്റെ ആവശ്യകതയുണ്ട്. അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം തന്നെ കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില പ്രകോപനകരമായ ചില സമീപനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇവർ രണ്ടുപേരും വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അജ്മലിനെതിരെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും നരഹത്യ കുറ്റവും മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത്. ഷിരൂർ ദൗത്യത്തിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രിയോടെ കാർവാർ തുറമുഖത്ത് എത്തുന്ന ഡ്രഡ്ജർ നാളെ വൈകിട്ടോടെ ഷിരൂരിലെ അപകട സ്ഥലത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന പ്രതീക്ഷ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു. അർദ്ധരാത്രിയോടുകൂടി ഈ ഡ്രഡ്ജർ കാർവാറിലെത്തും. അതിനുശേഷം നാളെ ആയിരിക്കും കാർവാറിൽ നിന്നും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ പുറപ്പെടുക. ഏതായാലും 30 മണിക്കൂറോളം സമയമാണ് ഗോവ മുതൽ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിലെത്താൻ ഈ ടഗ് ബോട്ടിന് സമയം വേണ്ടിവരിക. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ തീരുമാനം. ഏതായാലും 92 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ തിരച്ചിൽ ആരംഭിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിരച്ചിലായിരിക്കും നടക്കുകയെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും നാളെ പ്രധാനമായ നിർണായകമായ യോഗം കാർവാറിൽ ചേരും. ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് നാരായണ, AKM അഷ്റഫ് MLA,
അതുപോലെ തന്നെ കാർവാർ MLA തുടങ്ങിയവർ സംബന്ധിക്കുന്ന യോഗത്തിൽ ഏത് രീതിയിലാണ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. പ്രധാനമായും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഈ തെരച്ചിലിൽ ലഭ്യമാക്കും. ആ കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. പ്രധാനമായും ലോറി പുറത്തേക്ക് എടുക്കാനാണ് ശ്രമിക്കുക. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ്റെ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഒരു തിരച്ചിലായിരിക്കും നടക്കുക. ഈ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതായത് കന്നഡികരായ ലോകേഷും ജഗന്നാഥും ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഏതായാലും വീണ്ടും ആരംഭിക്കുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ വേലി ഇറക്ക സമയത്തായിരിക്കും ഈ ടഗ് ബോട്ട് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുക. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി കാർവാറിലെത്തുന്ന ഈ ഡ്രഡ്ജർ നാളെ രാവിലെയോടുകൂടി അവിടെ നിന്നും പുറപ്പെട്ട് വേലിയിറക്ക സമയത്ത് ഈ കൊങ്കൺ റെയിൽപാത കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തോടുകൂടി ഗംഗാവലി പുഴയിലെത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. ആ സമയത്ത് വെയിലിറക്ക സമയത്ത് ഈ ക്രെയിനൊക്കെ ഈ തൂണിന് ഇടയിലൂടെ കൊണ്ടുവരാൻ സാധിക്കൂ. അതിനുവേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു കാത്തിരിപ്പ്. എന്തായാലും ഒരു 10 ദിവസം തെരച്ചിൽ എന്നാണ് പറയുന്നതെങ്കിലും 3-4 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ ദൗത്യ സംഘം പങ്കുവെക്കുന്നുണ്ട്. നേവിയുടെ സഹായം ഏതായാലും ഈ തെരച്ചിലിനുണ്ടാകും. മുങ്ങൽ വിദഗ്ധരുടെ സേവനമുണ്ടാകും. അത്തരത്തിൽ എങ്ങനെയാണോ തുടക്കത്തിൽ ഒരു തെരച്ചിലുണ്ടായത് അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് നാളത്തെ യോഗത്തിൽ പൂർണ്ണമായ വിവരം ലഭ്യമാകും. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ ഒരുപോലെ എതിർക്കുന്ന RSSന്റെ നേതാവിനെ ADGP കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ. അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു നിലപാടും മുഖ്യമന്ത്രി സ്വീകരിക്കില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അനുമതി കൂടാതെ ആരെയും കാണാൻ പാടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ADGPയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGPക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല. ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും. അതാണ് അജിത് കുമാർ. അദ്ദേഹമാണ് പിണറായി നരേന്ദ്രമോദിയുടെ ഒരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാർ. പോലീസിലെ അഴിമതിയും അതിക്രമവും ആരോപിച്ച് മലപ്പുറം SP ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് പോലീസിലെന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. നേരത്തെ ലീഗ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതാണ് നിലമ്പൂർ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SP ക്യാമ്പ് ഓഫീസിലെ മരമുറി പരാതിയിൽ അപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ട് എന്ന് മലപ്പുറം SP സ്ഥാനം ഒഴിഞ്ഞ S ശശിധരൻ. അന്വേഷണം നടന്നുവരികയാണ്. PV അൻവർ MLAയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. വൈകാതെ തെളിയിക്കാനാകും. മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്നും S ശശിധരൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ ആ മരമുറി കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. ഞാൻ മേലുദ്യോഗസ്ഥനെ അറിയിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടന്നു വരികയാണ്. മറ്റേ മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ്. പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളണമെന്നല്ലോ. അപ്പോൾ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായി തുടരും. അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെയും എൻ്റെ പോരാട്ടം ഞാൻ ശക്തമായി തന്നെ തുടരും.
ഓണക്കാലത്ത് ചെറിയ രീതിയിലെങ്കിലും മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു എങ്കിൽ അത് രാസലഹരിയുടെ ഉപയോഗം കൊണ്ടെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. യുവതലമുറ രാസലഹരിയെ ആശ്രയിക്കുകയാണ്. ബെവ്കോയുടെ പരസ്യത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മദ്യവിരുദ്ധ സമിതി പറഞ്ഞു. ഒരു പരാമർശം ആൾക്കാർക്കുണ്ടായിരുന്നു, മദ്യശാലകളുടെ എണ്ണം കുറഞ്ഞതാണ്, മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് മയക്കുമരുന്നുകളുടെ വർധനയെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നുകൾ രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല, അതെല്ലാം പുതിയ തലമുറയാണ്. പക്ഷെ മദ്യപാനത്തിന്റെ പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നാളെ നടക്കും. എ ബി ബാച്ചുകളായി 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഫൈനൽ നടത്തുക. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ വീണ ജോർജ്, KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. നെഹ്റു ട്രോഫി മാതൃകയിൽ സെമി ഫൈനൽ ഒഴിവാക്കി കുറഞ്ഞ സമയത്തിൽ മുന്നിൽ എത്തുന്ന പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഫൈനൽ നടത്തുക. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന 4 പള്ളിയോടങ്ങൾ ഫൈനലിൽ പങ്കെടുക്കും. എ ബാച്ചിലും ബി ബാച്ചിലുമാണ് മത്സരം. വലിപ്പം കൂടിയ പള്ളിയോടങ്ങൾ ആണ് എ ബാച്ചിലുള്ളത്. ആദ്യമായാണ് ആറന്മുളയിൽ വേഗം മാനദണ്ഡമാക്കി വള്ളംകളി നടത്തുന്നത്. ജലഘോഷയാത്രയിൽ എല്ലാ പള്ളിയോടങ്ങളും പങ്കെടുക്കും. മറ്റു കരകളിലെ തുഴച്ചിൽക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് ഇത്തവണയും കർശന വിലക്കുണ്ട്. തൃശ്ശൂരിലെ പുലികളിയോളം പ്രസിദ്ധമാണ് പാലക്കാട് പല്ലശനയിലെ ഓണത്തല്ല്. ഏറ്റവും പഴക്കം ചെന്ന ഓണക്കളികളിൽ ഒന്നായ പല്ലശനക്കാരുടെ ഓണത്തല്ലിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ പുരുഷാരത്തിന് മധ്യത്തിലാണ് ഹയ്യത്തട വിളികളോടെ യോദ്ധാക്കളുടെ ഓണത്തല്ല്. ആട്ടക്കളത്തിലെ പോർവിളിയും കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന തല്ലും പല്ലശനയിലെ തിരുവോണ ദിനത്തിലും അവിട്ടനാളിലുമാണ് പ്രസിദ്ധമായ ഓണത്തല്ല്. കൈ പരത്തിയുള്ള അടിയും തടയും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ റഫറി ഫൗൾ വിളിക്കും. പല്ലശന ദേശത്തെ നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ സാമൂതിരിയുടെ നിർദ്ദേശാനുസരണം കുതിരവട്ടം നായർ ചതിച്ചുകൊന്നെന്നും രോഷം പൂണ്ട ദേശവാസികൾ പോർവിളി നടത്തിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഓണത്തല്ല്. തിരുവോണനാളിൽ മന്താടിയാർ വിഭാഗക്കാരും അവിട്ടം നാളിൽ നായർ സമുദായക്കാരുമാണ് ആട്ടക്കളത്തിലെ ഓണത്തല്ല് വീരന്മാർ. തല്ലിൽ പങ്കെടുക്കുന്ന ഇരുചേരികളിലെയും യോദ്ധാക്കൾ കുളി കഴിഞ്ഞ് മാംസാഹാരം കൂട്ടിയുള്ള കൊലച്ചോറുണ്ട് വീടുകളിൽ നിന്നും ഇറങ്ങും. പിന്നീട് ദേശദൈവങ്ങളെ വണങ്ങിയ ശേഷം കച്ചകെട്ടി ഭസ്മം ചാർത്തി യോദ്ധാക്കൾ ആട്ടക്കളത്തിൽ ഇറങ്ങുന്നതോടെ ചേരി തിരിഞ്ഞുള്ള നിരയോട്ടം തുടങ്ങുന്നു. യുദ്ധാരവത്തെ അനുസ്മരിക്കുന്ന ധൂയിവിളികളോടെ ഇരുചേരിക്കാരുടെയും നിരയോട്ടം. പിന്നെ തല്ലിൻ്റെ പൊടിപൂരമായിരിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ശക്തന്റെ മണ്ണിൽ നാളെ പുലിയിറങ്ങും. തൃശൂർ പുലിക്കളി സമഗ്ര കവറേജ് ന്യൂസ് 18. പുലിപ്പൂരം നാളെ രാവിലെ മുതൽ. പുലിപ്പൂരം കോ-പവേർഡ് ബൈ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. പുരുഷ വനിതാ 2020 ലോകകപ്പ് വിജയികൾക്കുള്ള സമ്മാനത്തുക തുല്യമാക്കി ICCയുടെ ചരിത്ര നീക്കം. ഇതോടെ ജേതാക്കൾക്ക് 19.5 കോടി രൂപ പ്രതിഫലമായി ലഭിക്കും. അടുത്ത മാസം തുടങ്ങുന്ന വനിതാ ലോകകപ്പ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 2030 തുല്യ സമ്മാനത്തുക നടപ്പാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ പുതിയ പരിഷ്കാരം നേരത്തെ നടപ്പിലാക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് വിജയിച്ച ടീമിനേക്കാളും 134% അധിക വരുമാനമാണ് പുതിയ ചാമ്പ്യന്മാർക്ക് ലഭിക്കുക. റണ്ണർ അപ്പ്
സെമി ഫൈനലിസ്റ്റുകൾ എന്നിവർക്കും പ്രതിഫലത്തിൽ ആനുപാതികമായ നേട്ടമുണ്ടാകും. ലോകകപ്പിൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക നൽകുന്ന ഏക കായിക ഇനം ആണ് ക്രിക്കറ്റ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് കിരീടം. എതിരില്ലാത്ത ഒരു ഗോളിന് ചൈനയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. 51-ാം മിനിറ്റിൽ ജുഗ്രാജ് സിംഗ് നേടിയ ഗോളിൽ ആണ് വിജയം. ഇന്ത്യയുടെ 5ാം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ആണിത്. ക്യാൻസർ രോഗം വിടാതെ പിന്തുടരുന്ന കുടുംബത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായഹസ്തം. കൊച്ചി പെരുമ്പള്ളത്തുള്ള ഇവരുടെ വീടിന്റെ ജപ്തി പണം അടച്ച് ഒഴിവാക്കുകയും ക്യാൻസർ രോഗബാധിതയായ 4 വയസ്സുകാരിക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. ദുരന്തങ്ങൾ വിടാതെ പിന്തുടരുന്ന കുടുംബമാണ് പെരുമ്പളം സ്വദേശിയായ മത്സ്യത്തൊഴിലാളി രാജപ്പൻ്റേത്. മകൾ രശ്മിമോൾ 26-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ഏറെ വൈകാതെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിച്ചു. മിനിയുടെ ചികിത്സ തുടരാൻ പാടുപെടുമ്പോഴാണ് മകളുടെ ഇളയകുട്ടി 4-ാം ക്ലാസ്സുകാരി ആരഭിയെയും രോഗം പിടികൂടുന്നത്. ഇവരുടെ ചികിത്സയ്ക്കായാണ് ബാങ്കിൽ വീട് പണയപ്പെടുത്തിയത്. തുച്ഛമായ വരുമാനവും ചികിത്സയും കൂടിയായപ്പോൾ ബാങ്ക് ലോൺ അടവ് മുടങ്ങി. പിന്നെ നാട്ടുകാർ സഹായിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് സാമൂഹ്യ പ്രവർത്തകനായ കണ്ണൻ പെരുമ്പളത്തിലൂടെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. സുരേഷ് ഗോപി സാർ വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്നു കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. എനിക്ക് അത് ദൈവത്തിൻ്റെ മുമ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് നന്ദി പറയുന്നു. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ള സുരേഷ് ഗോപി സാറിന് ഒരുപാട് കോടി പ്രണാമം ഞങ്ങളുടെ അതിൽ അർപ്പിക്കുന്നുണ്ട്. അത്രക്ക് സന്തോഷമുണ്ട് ആ പുണ്യാത്മാവ് അങ്ങനെ ചെയ്തതിൽ. ഇളയ പേരക്കുട്ടി ആരബി ജന്മന സംസാരശേഷി കുറവാണ്. മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തുടർ ചികിത്സയും സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ട്. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയും. ബാക്കി കാര്യങ്ങളൊക്കെ പഠിത്തത്തിന്റെ കാര്യം ലോക്കോ പൈലറ്റ്സ് നോക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ സിഗ്നലാണ്. ഇനി ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. സുരേഷ് ഗോപിയുടെ ട്രസ്റ്റിൽ നിന്നുമാണ് ജപ്തി ഒഴിവാക്കാൻ പണമടച്ചത്. മൂത്തമകൾ ആരാധ്യയുടെ പഠനകാര്യങ്ങൾ ലോക്കോ പൈലറ്റ് കൂട്ടായ്മയായ സംഘബന്ധു സമർപ്പൺ ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 6,865 രൂപ, പവൻ 54,920 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,690, പവൻ 45,520. വെള്ളി ഗ്രാമിന് 96, കിലോ 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.